SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകും. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പതിവ് പോലെ കുരുന്നുകൾ ഏറ്റവും ആവേശത്തോടെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് SSLC പരീക്ഷയുടെ വിവരങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, SSLC പരീക്ഷ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഇത്തവണ 2971 പരീക്ഷാ കേന്ദ്രങ്ങൾ, 4,27,000-ലധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നു. രാവിലെയാണോ ഉച്ചയ്ക്ക് ശേഷമാണോ പരീക്ഷ തുടങ്ങുന്നത്? എപ്പോഴാണ്? തീർച്ചയായും മനു, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് ഇന്നത്തെ പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത്. ഇന്നത്തെ പരീക്ഷ പാർട്ട് 1 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ അവസാനിക്കുന്നതായിരിക്കും. നാളെ മുതലുള്ള പരീക്ഷയുടെ സമയക്രമത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. ഏതായാലും എല്ലാ സ്കൂളുകളിലും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ സ്കൂളുകളുടെയും സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ടവരുടെ ഒക്കെ വിളിച്ച് ആ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ വിലയിരുത്തി അദ്ദേഹം തുടർന്ന് വാർത്താ സമ്മേളനം നടത്തി ഏതൊക്കെ രീതിയിലാണ് ക്രമീകരണങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കാലാവസ്ഥ വലിയ ചൂടാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ അതിജീവിച്ച് കുട്ടികൾക്ക് പരീക്ഷ എഴുതുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകളിലും അതിന് വേണ്ടിയിട്ടുള്ളത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പരീക്ഷാ ഹാളുകളിൽ കുട്ടികൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷാ ഹാളുകളിലും കുട്ടികൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്. ആ രീതിയിലും എല്ലാ സ്കൂളുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 9:30 പരീക്ഷാ ഹാളിൽ 9:30 മുൻപായി തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും കയറേണ്ടതാണ്. അതിനുശേഷം ഒരു കൂൾ ഓഫ് ടൈമുണ്ട്. ആ കൂൾ ഓഫ് ടൈമിന് ശേഷമായിരിക്കും പരീക്ഷ ആരംഭിക്കുക. ഏതായാലും അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ ഇന്ന് ആരംഭിക്കുന്ന SSLC പരീക്ഷ അത് മാർച്ച് 25 വരെയാണ് ഈ SSLC പരീക്ഷ നീണ്ടു നിൽക്കുന്നത്. 25-ന് ആ പരീക്ഷ അവസാനിക്കും. അതിനുശേഷം മൂല്യനിർണ്ണയമാണ്. 70 ക്യാമ്പുകൾ ഇതിനുവേണ്ടി പ്രത്യേകമായി തന്നെ കേന്ദ്രീകൃത ക്യാമ്പുകൾ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ മൂല്യനിർണ്ണയം നടത്തുന്നത്. അതിനുശേഷം മെയ് 2-ാം വാരത്തോടുകൂടി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. ഇതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ രീതിയിൽ നമുക്കറിയാം, കോവിഡ് സമയത്ത് പോലും വലിയ തോതിൽ പരീക്ഷ അതും കൃത്യമായ രീതിയിൽ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് പരീക്ഷ കൃത്യമായ രീതിയിൽ നടത്തുവാൻ സാധിച്ചു എന്നുള്ളൊരു പ്രത്യേകത സംസ്ഥാനത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത തന്നെയാണ്. അത് ആ രീതിയിൽ ആ സമയത്ത് പോലും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ വരുന്ന കുട്ടികൾക്കോ അധ്യാപകർക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പരീക്ഷ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8:30 കഴിയുമ്പോഴേക്കും സ്കൂളുകളിലേക്ക് ആ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി എത്തിത്തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുള്ളൊരു ടെൻഷൻ മാത്രമാണ് കാണുന്നതെന്നാണ്. കാരണം കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് കുട്ടികൾക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തരത്തിലുള്ള ടെൻഷനുമില്ല, നിങ്ങൾക്കാണ് ഞങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ എന്നാണ് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള മോഡൽ പരീക്ഷകൾ അടക്കം നടത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ റിലാക്സ്ഡായി തന്നെയാണ് പരീക്ഷയ്ക്ക് ഈ SSLC പരീക്ഷയ്ക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയും. തീർച്ചയായും ഷീജ, ഈ SSLC പരീക്ഷയുടെ നടത്തിപ്പിനെ കുറിച്ചും അതിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മറ്റൊരു കാര്യമായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ചോദ്യപേപ്പറുകളൊന്നും കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഒരു വാർത്ത വന്നത്. സത്യത്തിൽ ഈ അധ്യാപകരും സർക്കാർ സംവിധാനങ്ങളും വകുപ്പും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെ, അധ്വാനത്തെ എത്ര കണ്ട് ഇടിച്ചു താഴ്ത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്? അതും വെറും രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ പേരിൽ. കാരണം അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പിന്നീട് വ്യക്തമാക്കിയതാണ്. തീർച്ചയായും മനു, അതിപ്പോൾ നമ്മൾ ഓരോ വകുപ്പിൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം വളരെ ഗൗരവകരമായ വിഷയമാണെന്ന് ആലോചിക്കണം. അത് കുട്ടികളെയും രക്ഷിതാക്കളെയും ആ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ പോലും സർക്കാർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കാതെ എവിടെ നിന്നോ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ മാത്രം നൽകുക, സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും എതിരെ എന്ത് വിഷയം വന്നാലും
എന്നാലും അതിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രതിപക്ഷത്തിനുണ്ട്. അതേ സമീപനം ഒരു വിഭാഗം മാധ്യമങ്ങളും പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വിഷയം തന്നെയായിരുന്നു ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിൽ എന്താണ് വസ്തുത എന്നുള്ളതൊക്കെ കൃത്യമായ രീതിയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും ഉള്ള പ്രശ്നങ്ങൾ എവിടെയുമില്ല. കൃത്യമായ രീതിയിൽ ചോദ്യപേപ്പറിൻ്റെ വിതരണം എല്ലാം എല്ലായിടങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അത് പരീക്ഷാ ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തുന്നതായിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള പാകപ്പിഴയും എവിടെയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമടക്കം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോ കുട്ടികളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യമായ രീതിയിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിക്കാവുന്നതാണ്. കുട്ടികൾക്ക് അവർ പഠിച്ച രീതിയിൽ അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലും അധ്യാപകർ നൽകിയിട്ടുള്ള ക്ലാസുകൾ, മോഡൽ പരീക്ഷകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് മികച്ച രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത്. മനു, ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് നിന്ന് SSLC പരീക്ഷ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. രാവിലെയാണ് പരീക്ഷ. ഏതായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2971 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതാനായിട്ടുള്ളത്. 4,27,000-ലധികം കുട്ടികൾ ഇന്ന് SSLC പരീക്ഷ എഴുതാനായി പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വരും. നമുക്കറിയാം ചൂടുകാലം കൂടിയാണ്, വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ചൂടിനെ ചെറുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ആ ചൂടുകാലത്ത് കുട്ടികൾക്ക് സഹായം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതായത് ഒരു ടെൻഷനും കൂടാതെ കുട്ടികൾക്ക് സുഖമായി പരീക്ഷ എഴുതാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഷീജ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്.